നിങ്ങളുടെ നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്. അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ ഉടനെ നന്മ ചെയ്യണം. നോക്കാൻ പാടില്ലാത്ത നോക്കുന്നു, കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യുന്നു, ഉടനെ ഒരു സ്വതക്ക, 2 റക്അത്ത് നാഫിലത്ത് സുന്നത്ത്, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുന്നു, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു, ദിക്ർ ചൊല്ലുന്നു. ചെയ്തു പോയ തെറ്റുകൾക്ക് പിറകെ നിങ്ങൾ അറിയാതെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ, അറിഞ്ഞ് സംഭവിക്കുമ്പോഴും ഉടനെ നിങ്ങൾ നല്ലതു ചെയ്യണമേ. തംഹുഹാ, ആ തെറ്റുകളെ, ആ തിന്മകളെ ഈ നന്മ മായ്ച്ചു കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ മുമ്പിലാണ് ഒരു സ്വഹാബി വന്നിരുന്നു കൊണ്ട് പറയുന്നു, നബിയേ തുഹിർനീ, എന്നെ ശുദ്ധിയാക്കണേ നബിയേ, എന്നെ ശുദ്ധിയാക്കി തരേണമേ, എന്നെ ശുദ്ധിയാക്കി തരിൻ. തങ്ങളത് കേൾക്കാത്ത പോലെ നിന്നു. മായിസ് എന്നവരുടെ സംഭവമല്ല ഇത്, ഗാമിദിയത്തായ പെണ്ണിന്റെ സംഭവമല്ല ഇത്. ഹബീബിന്റെ കൂടെ ജമാഅത്ത് നിസ്കരിക്കാൻ വന്ന ഒരാൾ എന്തോ ഒരു തെറ്റ് ചെയ്തു. തങ്ങളോട് മാപ്പ് പറയാനല്ല, ഹബീബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യിപ്പിക്കാൻ, അതിനെന്തെങ്കിലും പ്രായശ്ചിത്തമുണ്ടെങ്കിൽ അത് ചെയ്യാൻ, ശിക്ഷയാണെങ്കിൽ ശിക്ഷ വരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാത്ത പോലെ നിന്നു അത്രേ. നോക്കണേ, തിന്മകൾ ഹബീബിന് ഇഷ്ടമല്ലായിരുന്നു, അതിനെപ്പറ്റി പറയപ്പെടുന്നതും ഇഷ്ടമല്ലായിരുന്നു. നിസ്കാരം, ഖാമത്തിസ്വലാ, നിസ്കാരം നിർവഹിക്കപ്പെടുന്നു. ഹബീബായ നബി തങ്ങളുടെ കൂടെ ആ ചെറുപ്പക്കാരനും നിസ്കാരത്തിൽ ജമാഅത്തിൽ ചേരുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, ഐനൽ ഖായിൽ, എവിടെ എന്നെ ശുദ്ധിയാക്കണേ എന്ന് പറഞ്ഞ ആളെവിടെ? അനയാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ. ചെയ്തുപോയ തെറ്റുകളിൽ മനംതൊന്ത് വേദനിച്ച് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഹബീബിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ. ഹബീബായ നബി തങ്ങള് ആ സ്വഹാബിയോട് ചോദിച്ചത്, അലം തുസല്ലി മഅനാ, നീ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചോ? അതേ നബിയെ, ഞാൻ നിസ്കരിച്ചു. ഇദ്ഹബ്, നീ പൊയ്ക്കോ, ഖദ് ഗഫറല്ലാഹു ലക്, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. ഹബീബായ തങ്ങളോടുകൂടെയുള്ള ഒരു ജമാഅത്ത് നിസ്കാരം. തിന്മയ്ക്ക് ശേഷം ഒരു നന്മ ചെയ്യുന്നതോടുകൂടെ അല്ലാഹ് മാപ്പ് തരുന്നു. ചെറുദോഷങ്ങൾക്ക്, വൻപാപങ്ങൾക്ക് തൗബ നിർബന്ധമാണ്. എന്നാൽ സ്വഗായിറുകൾ അല്ലാഹു ഹസനാത്ത് കൊണ്ട് മാപ്പ് ചെയ്യാൻ റബ്ബ് തആലക്ക് പറ്റും. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തവനല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കലിൻ.